ഇന്ത്യൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറി കിട്ടുന്ന പല ആളുകളും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാറില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നത്, അതാണ് എൻ്റെ ടാക്സ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എംപ്ലോയർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ടാക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇനി എന്തിനാണ് ഞാൻ ഫയൽ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എംപ്ലോയർ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഫയൽ ചെയ്യുന്നത്, കാരണം ഓൾറെഡി ഞാൻ ടാക്സ് പേ ചെയ്തു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് പ്രൊഫഷണൽ ടാക്സിൻ്റെ കേസ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് ഒരു 10,000 ഒരു 20,000 മുകളിലൊക്കെ ഇൻകം ഉള്ള ആളുകൾ, സാലറി കിട്ടുന്ന ആളുകൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു 200 രൂപ എന്ത് ചെയ്യും, മാക്സിമം 2,500 പിടിക്കുന്നത്. അപ്പോൾ മന്തിൽ ഒരു 200 രൂപ എന്ത് ചെയ്യും, പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ടാവും. അത് അവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ആ പിടിക്കുന്ന എമൗണ്ട് അല്ല നിങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് ഇൻകം വരുന്നത് അതിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് വരുന്നത്. അപ്പോൾ അതല്ലാതെ പിടിക്കുന്ന TDS എന്ന് പറഞ്ഞാൽ പിടിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, അതായത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ എത്രയാണോ ടാക്സ് വരുന്നത് അത് എംപ്ലോയർ കാൽക്കുലേറ്റ് ചെയ്ത് അത് മന്ത്ലി എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്താണ്ട് ഓരോ മാസം പിടിച്ചു പോകുന്നുണ്ടാവും. അദ്ദേഹം അത് കൃത്യമായിട്ട് നിങ്ങളുടെ പാൻ നമ്പർ ചോദിച്ച് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടാവും. ടാക്സ് അടയ്ക്കേണ്ട ഒരാളാണെങ്കിൽ എംപ്ലോയർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് പിടിച്ചിട്ടാണ്, അതായത് TDS പിടിച്ച് അത് കൃത്യമായിട്ട് അത് ഫയൽ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ എംപ്ലോയർ ഓൾറെഡി നമ്മളെ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ടാക്സ് പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവർ ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി നമ്മൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ചോദ്യം ഉണ്ടാവും. ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം, എംപ്ലോയർ പിടിച്ചിട്ടുള്ളത് നിങ്ങളുടെ സാലറിയുടെ മുകളിൽ വന്ന ഇൻകത്തിൻ്റെ ടാക്സ് മാത്രമാണ് എംപ്ലോയർ പിടിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻകം ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു പക്ഷേ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവും, അത് എംപ്ലോയർക്ക് അറിയണമെന്നില്ല. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, അത് എംപ്ലോയർക്ക് അറിയണമെന്നില്ല. അതല്ലാതെ നിങ്ങൾ ഷെയർ ട്രേഡിങ് നടത്തിയിട്ടുണ്ടാവും, ഷെയർ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ടാക്സ് അതും എംപ്ലോയർക്ക് അറിയണമെന്നില്ല. അപ്പോൾ എംപ്ലോയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന അദ്ദേഹം തരുന്ന സാലറിക്ക് ആ സാലറിയുടെ മുകളിൽ മാത്രമേ എന്ത് ചെയ്യണം, എംപ്ലോയർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതല്ലാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് ടാക്സ് അടക്കാനുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾക്ക് ടാക്സ് അടക്കാൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ്റിന് അറിയുള്ളൂ ഇദ്ദേഹത്തിന് ഈ ഒരു ഇൻകം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തെ അത് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടാക്സ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ആയിപ്പോയി. ഇനി നിങ്ങളത് ഫയൽ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് എത്രയാണ് നിങ്ങൾക്ക് സാലറി ഉള്ളത് എന്ന് കറക്റ്റ് ഗവൺമെൻറ്റിന് അറിയാൻ പറ്റും. അദ്ദേഹം അതായത് നിങ്ങളുടെ എംപ്ലോയർ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരും, ഇത്രയാണ് നിങ്ങൾക്ക് സാലറി വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങൾ ഫയൽ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, അതായത് ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻകം ടാക്സിൻ്റെ ഇതിൽ നിന്ന് കുറവ് വരും, നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ജൂലൈ 31 ശേഷമാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു 5,000 രൂപ വെറുതെ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം, ഇനി TDS പിടിക്കാത്ത ആളുകൾ, നിങ്ങളുടെ ഇൻകം 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫയൽ ചെയ്തിരിക്കണം. അതായത് 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ള ആൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ടാക്സ് അടക്കേണ്ട കേസ് വരുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാണ്, 1,000 രൂപ ഉണ്ടാവുള്ളൂ. ഇനി ടാക്സ് അടക്കാൻ, അതായത് TDS ഒന്നും പിടിക്കാത്ത കേസാണെങ്കിൽ അവർക്ക് 1,000 രൂപയാണ് ഫൈനായിട്ട് വരുന്നത്. അതല്ല TDS ഒക്കെ പിടിച്ച ആളുകളാണെങ്കിൽ അവർക്ക് 5,000 രൂപ വെറുതെ ഫൈൻ കൊടുക്കേണ്ടി വരും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫയൽ ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ പല ആളുകൾക്കുള്ള സംശയമാണ്, എംപ്ലോയർ ഇപ്പോൾ ഇതിന് എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കുന്നത്, കാരണം ഓൾറെഡി എന്ത് ചെയ്യണം, ഞാൻ തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം, പിന്നെ അതിനപ്പോൾ എംപ്ലോയർ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 8 ലക്ഷം ഇൻകം ഉള്ള ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ഒന്നും പിടിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 8 ലക്ഷം ഇൻകം ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ കുറച്ചാണ്, നിങ്ങൾക്ക് ഒരു 30,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 8 ലക്ഷം നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും എന്ത് ചെയ്യില്ല, ഇൻകം ടാക്സ് ഫയൽ ചെയ്യില്ല. ഒരു 30,000 രൂപ ഒറ്റയടിക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും അത് ഫയൽ ചെയ്യാതെ പോകും. അതുകൊണ്ടാണ് എംപ്ലോയർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും TDS എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കണം എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ എംപ്ലോയർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ടാക്സ് പിടിക്കുന്നില്ല എന്ന് വിചാരിക്കാം, എംപ്ലോയർക്ക് എന്താ നഷ്ടം? കാരണം നിങ്ങൾക്ക് ആ മുഴുവൻ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ്, അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല എങ്കിൽ അദ്ദേഹം പിടിക്കാതെ പോകും. പക്ഷേ അവർ തീർച്ചയായും നിർബന്ധമായിട്ട് പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം, ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് 1 ലക്ഷമാണെന്ന് വിചാരിക്കാം, 30,000 രൂപയാണ് സാലറി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. 30,000 രൂപയാണ് സാലറി എങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ, ഈ 1 ലക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്ന സാലറി കുറച്ചതാണല്ലോ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 1,30,000 കുറച്ചാണ്ട് ബാക്കി 70,000 ആണ് ശരിക്കും സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ്. പക്ഷേ ഇൻകം ടാക്സിൻ്റെ റൂള് പ്രകാരം TDS പിടിച്ചിട്ടില്ല എങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് ആക്കി ക്ലെയിം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ 1 ലക്ഷത്തിന് മുഴുവനായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അതല്ല എങ്കിൽ നിങ്ങളുടെ സാലറി കുറച്ച് 30,000 ടാക്സ് കൊടുത്താൽ മതി.
അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ബേർഡൻ വരും. 30% അദ്ദേഹം എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ കൊടുക്കണം. മാത്രമല്ല അദ്ദേഹം വെറുതെ ഒരു 30% നിങ്ങൾക്ക് തന്ന സാലറിൻ്റെ മുകളിലും ടാക്സ് അദ്ദേഹം കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഒരു എംപ്ലോയർ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. നിങ്ങളുടെയൊക്കെ ടാക്സ് വരുന്ന കേസാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും അവർ പിടിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരാണ്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടാക്സ് അടക്കാൻ ഇല്ലാത്ത ആളെ കയ്യിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് പിടിച്ചത് എങ്കിൽ, നിങ്ങൾക്ക് വല്ല ഡിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കൂടുതൽ പിടിച്ച എമൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് വരും. ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ബാക്കിയുള്ള TDSൻ്റെ. ഇപ്പോൾ പ്രൊഫഷണൽ ടാക്സിൻ്റെതായാലും, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ടാക്സ്, ഇപ്പോൾ ഞാനൊരു പ്രൊഫഷനാണ് ചെയ്യുന്നത്, എനിക്കൊരു ആൾ 30,000 സിംഗിൾ പേയ്മെൻറ്റ് തരികയാണെങ്കിൽ, 30,000 അതിന് മുകളിൽ തരികയാണെങ്കിൽ അവർ 10% എന്ത് ചെയ്യണം, TDS പിടിക്കണം. അതല്ല എനിക്കൊരു വർഷത്തിൽ 1,00,000 മുകളിലാണ് പേയ്മെൻറ്റ് തരുന്നതെങ്കിലും ആ ഒരു സമയത്തും എന്ത് ചെയ്യണം, 10% പിടിച്ചിട്ടാണ് എനിക്ക് പേയ്മെൻറ്റ് തരേണ്ടത്. ആ ഒരു എമൗണ്ട് അങ്ങനെ പല ആളുകളും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് എമൗണ്ട് TDS ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിതിന് ടാക്സ് അടക്കാൻ, അതായത് കുറച്ച് എമൗണ്ട് ടാക്സ് അടക്കാനുള്ളൂ എങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള എമൗണ്ട് ഗവൺമെൻറ് റീഫണ്ടായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. എന്നാലേ ഗവൺമെൻറ്റിന് നിങ്ങൾക്ക് ഈ ഒരു ഇൻകം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ. മറ്റൊരു കേസ്, TDS പിടിക്കാത്ത കേസ്, നിങ്ങൾക്ക് 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. കാരണം 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ആൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് നിർബന്ധമാണ്. ഇത് നിങ്ങൾക്കൊരു വാലിഡ് ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ലോൺ എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന സമയത്തോ ഇതിനൊക്കെ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കണം, അതല്ലെങ്കിൽ IT ഫയൽ ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാലിഡ് പ്രൂഫായിട്ട് ഇത്ര ഇൻകം വരുന്ന ആളാണെന്ന് തെളിയിക്കാനുള്ള ഒരു പ്രൂഫും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പോവുക. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ടാക്സ് എൻ്റർലി ഡിഫറൻ്റ് ആണ്. അതും ഇൻകം ടാക്സ് ആയിട്ട് ബന്ധമല്ല. നിങ്ങൾക്ക് ഈ ഒരു പിടിച്ചിട്ടുള്ള ആ ഒരു ടാക്സിൻ്റെ എമൗണ്ട് ഇതിന് കുറക്കാൻ പറ്റും എന്നതല്ലാതെ അത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുന്ന ടാക്സ് ആണ്. അതും ഇൻകം ടാക്സുമായി മറ്റൊരു ബന്ധവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്.